ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് 750 ചിക്കനാണ്. ലഗോണാണ് വാങ്ങിയത്. ലഗോണാണ് കഷ്ണം മുറിച്ച് വാങ്ങിച്ചതാണ്. 2 തക്കാളി സോസ് ആണിത്. 2 തക്കാളീൻ്റെ കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് അരച്ച് കൂട്ടാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നല്ല എരിവുള്ള കാന്താരി മുളകാണത്. ഒരു തക്കാളി കഷ്ണം മുറിച്ചത്, ഒരു 4 സവാള ചെറുതാക്കി അരിഞ്ഞത്. ഇനി നമുക്ക് ഇതെല്ലാം പാടെ വഴറ്റിയെടുക്കാം. കൂടാതെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കറാമ്പൂ, ഒരു 7 കറാമ്പൂ എടുത്തിട്ടുണ്ട്. കറാമ്പൂ, ഒരു സ്പൂൺ ഉലുവ, നല്ല ജീരകം, ഒരു നുള്ള് നല്ല പെരുജീരകം ഇട്ടത്, ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് ഇനി അതിൽ നമുക്ക് സവാള, ഇത് നല്ലവണ്ണം സവാള നല്ലോണം വഴറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് അത് അരച്ചത് ഇട്ട് കറിവേപ്പില അത് ഒന്ന് നല്ലോണം ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ കുക്കറിൽ ചിക്കൻ മഞ്ഞളും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിലെങ്കിലും വരേണ്ടി വരും വേവാൻ. അത് ഒന്ന് ഉപ്പ് മഞ്ഞളിട്ടിട്ട് വേവിച്ച് എടുക്കണം. ഇതാ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ട് ഞാൻ ഇത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലിനി നമുക്ക് ഒരു 1/2 സ്പൂൺ, വലിയ സ്പൂണാണ് ഇതിനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഉണ്ട്. മഞ്ഞൾ നേരത്തെ അതിലിട്ടിട്ടുണ്ടല്ലോ. മുളക് ഞാൻ ചതച്ചെടുത്തതാണിത്. ഒരു 15 മുളകുണ്ടാവും. അത് ഞാൻ എരിവ് അവനവനെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചിലർക്ക് എരിവ് വേണ്ടി വരും, ചിലർക്ക് എരിവ് കുറവ് വേണ്ടി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇടാം. ഞാനൊരു ഒരു ഏകദേശം വലിയ സ്പൂണ് 2 സ്പൂണ് 2-3 സ്പൂൺ ഉണ്ടാവും. ഒരു 20 മുളക്, ഒരു 15 മുളക് ഉണ്ടാവും. അത് ഞാനൊന്ന് ചതച്ചെടുക്കും. അത് ഇതിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ വേവാണ്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്ത് എണ്ണയിൽ ആ മുളകൊക്കെ ഒന്ന് നല്ലോണം ഉള്ളി വഴറ്റിയത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റിയതെന്ന് ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ച് അതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. ബാക്കിയിൽ മുറിച്ച് വെച്ച തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിൽ വേവിച്ച് വെച്ച മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കാം. ഇത് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതിൽ തക്കാളീൻ്റെ സോസ് ഒഴിക്കുക. ഒരു തക്കാളീൻ്റെ സോസ് എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നമുക്ക് ചട്ടിയിലിട്ട് നമ്മൾ ഒന്നും കൂടി വേവിക്കണം. വേവിച്ച് വെച്ച ചിക്കനാണ്. അതിൽ നമ്മൾ ഉള്ളി ഇതൊക്കെ വഴറ്റി വെച്ച് ഇതും അരച്ച് ചേർക്കണം. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. തണുക്കാൻ വെച്ചതാണ്. നേരത്തെ തക്കാളി ഇട്ട് വാട്ടി അതിലേക്ക് വേവിച്ച് വെച്ച മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ടല്ലോ. അതിൽ നമ്മൾ മാറ്റി വെച്ച സവാള വഴറ്റിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചത് ഞാൻ ഇതിലേക്ക് അത് ചേർത്തിട്ട് ഇത് നല്ലോണം ഇളക്കി നമുക്കിനി ഇത് ചെറിയ തീയിലൊന്നും പാടി വേവാണ്ട്, ഒന്നും കൂടി വേവുണ്ട്. ഞാൻ വേവിച്ചത് പോരാ, അതുകൊണ്ടാണ്
അപ്പോൾ ഒരു വേവും പാടില്ല. ഇനി നമുക്കിതും കൂടെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ആ സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള നേരത്തെ വഴറ്റിയ സവാള നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അത് ഞാൻ മറന്നുപോയി ഇതിൽ വേറെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഇട്ടിട്ടുള്ളതാണ്. ഇട്ട് ഇളക്കി വെച്ച ചിക്കൻ കറിയാണ്. ഇനി വേവട്ടത്. നമുക്ക് ലാസ്റ്റ് ഇത്തിരി തേങ്ങാപ്പാൽ. ചിക്കൻ വെന്ത് കഴിഞ്ഞ് അതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങേൻ്റെ തമ്പാലെടുത്ത് വെച്ചത് ഒഴിച്ചെടുത്ത് അതിൽ കറിവേപ്പില ഇട്ട് നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഇതാ നമ്മളെ സൂപ്പർ ചിക്കൻ കറി, സവാളയൊക്കെ അരച്ചിട്ട് വെച്ചിട്ടുള്ള സൂപ്പർ ചിക്കൻ കറിയാണ്. നോക്കൂ.